ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് നമ്മുടെ ഷോൾഡറിനും നമ്മുടെ ഡെൽറ്റിന് തന്നെ വിരിവ് കിട്ടാൻ വേണ്ടി ഒരു വർക്കൗട്ടാണ്. ഷോൾഡറിന്റെ ഡെൽറ്റിന്റെ ഈ മസിൽ നല്ല വീണ്ടും വന്നിട്ട് അപ്പർ ബോഡിക്ക് നല്ല ഇച്ചിരി വിരിവ് വരാൻ വേണ്ടിയുള്ള ഒരു വർക്കൗട്ടാണ്. അപ്പം നമ്മൾ നോർമലായിട്ട് ചെയ്യുമ്പോൾ സാധാരണ ചെയ്യുമ്പോൾ ഇച്ചിരി റോങ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെറൈറ്റി ആയിട്ട് കാണിച്ചത്. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് നമ്മുടെ ഡെൽറ്റിനും ഷോൾഡറിനും ബാക്ക് അപ്പർ ബാക്ക് പോർഷനുള്ള മസിൽസിനുള്ള നല്ലൊരു വർക്കൗട്ടാണ്. അത് നമ്മൾ ഡിസ്ക് നേരെ പിടിക്കുക, നേരെ ലിഫ്റ്റ് ചെയ്യുക, ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുക, നേരെ ഡൗൺ ചെയ്യുക. നമ്മൾ താഴെ ഡൗൺ ചെയ്യുമ്പോൾ ഷോൾഡർ ഒന്നിങ്ങനെ പിടിച്ചിങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. നോർമലായിട്ട് റൈറ്റ് 1 2 1 ട്വിസ്റ്റ് ചെയ്യുക, കണ്ടിന്യൂ 1 ട്വിസ്റ്റ്. സ്റ്റിയറിംഗ് ഇരിക്കുന്നത് തന്നെയൊക്കെ 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, അടുത്ത വർക്കൗട്ട് കാണിച്ചില്ല. അടുത്ത നമ്മൾ ഷോൾഡറിന് ഫ്ലൈ ചെയ്യുമ്പോൾ കൈ എന്തേലും പോകുന്നതേ കാണില്ല. ഡബിൾ നേരെ ഫ്രണ്ട് പിടിക്കും, ഇത്രേ പോകണം. കണ്ടില്ലേ, ചിലർക്ക് ഇങ്ങനെ പോകും. അത്ര ആവശ്യമില്ല. 1 2 3 സൈഡിൽ നോക്കണം, നേരെ നിൽക്കുക. കണ്ടില്ലേ, 1 2 നമ്മുടെ അപ് ടു ദ ഷോൾഡർ ലെവൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ലെവൽ. ഓക്കെ, അപ്പർ ചെസ്റ്റിന്റെ ലെവൽ. ഓക്കെ, 1 2 3 4 5 6 7. ഓക്കെ, നല്ലപോലെ ഇവിടെ അടിപൊളിയാണ്. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഷോൾഡർ ഷിങ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഡമ്പലിങ്ങനെ സൈഡിൽ പിടിക്കാതെ ഇച്ചിരി ഫ്രണ്ടിലോട്ട്, നമ്മുടെ തൈമസിന്റെ ഫ്രണ്ടിലോട്ട് പിടിച്ചിട്ട് നോക്കണം. ഷോൾഡറിന് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുക. 1 തന്നെ ഇങ്ങനെ എക്സ്ക്യൂസ് ചെയ്ത് നോർമലായിട്ട് വിടുക. ഈ നോർമലായിട്ട് കൈ താഴെ പോകുമ്പോൾ ഒരു കാലത്ത് ഷോൾഡർ ഇങ്ങനെ എടുത്ത് പിടിക്കേണ്ട ആവശ്യമില്ല. നേരെ യൂസ് ചെയ്യുക, ഡൗൺ 1 2 1 2. സൈഡിൽ നോക്കണം, ഇങ്ങനെ നേരെ ഇരിക്കുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. Okay, ഓക്കെ. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ബാക്ക്, നമ്മുടെ ഡെൽറ്റ് ഷോൾഡർ നമ്മുടെ സെക്കൻഡറി ആയിട്ട് കിട്ടുന്ന വർക്കൗട്ടാണ്. നോക്കണം, ബെൻഡ് ഓവർ റോയാണ്. നമ്മൾ ഈ ബെൻഡ് ഓവർ റോ ചെയ്യുമ്പോൾ അപ്പർ ബോഡി ലിറ്റിൽ ബിറ്റ് തന്നെ ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ബെൻഡ് ചെയ്യുക, മുട്ടൊന്ന് ബെൻഡ് ചെയ്യുക, എന്നിട്ട് നേരെ വയ്ക്കുക. ഡമ്പൽ ഇങ്ങനെ പിടിക്കാനേക്കാൾ നല്ലത് ഇച്ചിരി അല്ലേ ഇങ്ങനെ ഡമ്പൽ പിടിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് അപ്പർ ബോഡി സ്ട്രെയിറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഓക്കെ, അടുത്തത്
നമ്മൾ ഫ്രണ്ട് റൈസ് ചെയ്യുമ്പോൾ, ഷോൾഡറിന്റെ ഫ്രണ്ട് റൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൈ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോകും. അത് പണ്ട് അർണോൾഡ് അങ്ങനെ ഒരു വർക്കൗട്ട് കാണിച്ചുകൊണ്ടാണ് അർണോൾഡിന്റെ അതിനാണ് കൈകളിൽ ചെയ്യുന്നത്. പക്ഷേ അതിപ്പോ ആ വർക്കൗട്ട് ഇപ്പോൾ നിന്ന് പോയിട്ടുണ്ട്. ആ വർക്കൗട്ട് ഇപ്പോൾ ആരും ചെയ്യാൻ, അത് റോങ് ആയിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഒരുപാട് കൈ ഇങ്ങനെ മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല. ഓക്കെ, അതായത് നമ്മുടെ അപ്പ് ടു ദ ഷോൾഡർ ലെവൽ 1 ഇതല്ലേ 1 2 3 4 5 ഓക്കെ. അടുത്ത വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ഡംബൽ ഫ്രണ്ട് റൈസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ എന്തേലും പോകണമെന്നുള്ളതാണ്. ഇതല്ലേ ഇത്രയും പോയാൽ മതി. അപ്പ് ടു ദ ഷോൾഡർ ലെവൽ 1 2 3 4 5 6 7 8 9 10 11. അതിന്റെ കൂടെ തന്നെ ഈ ഡബിൾ വെച്ച് നമുക്കിങ്ങനെ ഒരു ചെയ്യാം. 1 2 3 ഉണ്ടല്ലേ. അല്ലാതെ കൈ ഒരുപാട് ഇങ്ങനെ കൊണ്ട് പോകേണ്ട കാര്യമില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കില്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഫസ്റ്റിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണാൻ ശ്രമിക്കുക. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്തിലൊക്കെ ഞാൻ വർക്കൗട്ടിൻ്റെ വീഡിയോ ഇടാം. നമുക്ക് സമയം കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വർക്കൗട്ടിൻ്റെ വീഡിയോ ഇടാത്തത്. ഓക്കെ, അപ്പോൾ നമുക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വർക്കൗട്ടിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.